ഈ ഇന്ത്യ സഖ്യത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ വളരെ കൃത്യമായി വ്യക്തമായി ബോധ്യമാകുന്ന തരത്തിലുള്ള ഒരു സന്ദർഭമായിരുന്നു ഈ പറയുന്ന സ്പീക്കർ തെരഞ്ഞെടുപ്പ് തന്നെ. അതായത് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ തന്നെ ഈ പറയുന്ന കോൺഗ്രസും ഇന്ത്യ സഖ്യവും തമ്മിലുണ്ടായ ആ ഒരു അഭിപ്രായ വ്യത്യാസം അത് തുടക്കത്തിൽ തന്നെ വളരെ അധികം കോളിളക്കം സൃഷ്ടിച്ച ഒരു കാര്യം തന്നെയായിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു തിരിച്ചടി നൽകിയ ഒരു കാര്യം തന്നെയായിരുന്നു. അതിൻ്റെ കാരണവും വളരെ വ്യക്തമാണ്. അതുമാത്രമല്ല, ഇത്തവണ BJP NDA അധികാരത്തിൽ വന്നപ്പോൾ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ NDA സഖ്യം ചേർന്നുകൊണ്ടുള്ള ആ ഒരു ഭരണം അത് അധിക നാൾ മുന്നോട്ട് പോകത്തില്ല, ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്ന ചിലരെങ്കിലും ഇപ്പോഴും ഉണ്ട് എന്ന് പറയാം. BJP സർക്കാർ അല്ലെങ്കിൽ NDA സർക്കാർ ഇപ്പോൾ താഴെ വീഴുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്നവർ ശരിക്കും പറഞ്ഞാൽ വിഡ്ഢികളായിക്കൊണ്ടിരിക്കുകയാണ് എന്നേ പറയാനുള്ളൂ. 10 കൊല്ലത്തെ നരേന്ദ്രമോദിയുടെ ഭരണം ഒറ്റയ്ക്ക് നിന്നാൽ ഞങ്ങൾക്ക് ഒരു ചുക്കും BJP അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ ചെയ്യാൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ താഴെ ഇറക്കാൻ സാധിക്കത്തില്ല എന്ന ഉറപ്പുള്ളത് കൊണ്ട് ഇന്ത്യ സഖ്യം എന്ന സഖ്യം രൂപീകരിച്ചുകൊണ്ട് കോൺഗ്രസ് എല്ലാ പാർട്ടികളെയും ഒത്തൊരുമിച്ചുകൊണ്ട് നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ നോക്കി, BJP സർക്കാരിനെ താഴെ ഇറക്കാൻ നോക്കി. അവസാനം അതും ബലം കണ്ടില്ല, അവർക്ക് പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നു. ആ പ്രതിപക്ഷത്തിരുന്നു കൊണ്ടും അവർ പറഞ്ഞു ഞങ്ങൾ ശക്തമായ പ്രതിപക്ഷമായി ഇത്തവണ മാറും എന്നുള്ള തലത്തിൽ. പക്ഷേ ഒരു സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ പോലും അവർക്ക് പാളിച്ചകൾ പറ്റി എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അതും കോൺഗ്രസ് നിർത്തിയ ഒരു സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാതെ ഇന്ത്യ സഖ്യത്തിലെ പലരും മാറി നിന്നത്, തങ്ങളോട് അഭിപ്രായം ചോദിക്കാതെ ഒറ്റയ്ക്ക് തീരുമാനമെടുത്തുകൊണ്ട് സ്ഥാനാർത്ഥിയെ നിർത്തിയ കോൺഗ്രസിന് വളരെ വലിയൊരു തിരിച്ചടിയാണ് ഇന്ത്യ സഖ്യത്തിലെ പ്രധാന പാർട്ടികൾ കോൺഗ്രസിന് തിരിച്ചു നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു പാർലമെന്റ് ചിത്രത്തിൽ തന്നെ കോൺഗ്രസ് മൗനം പാലിച്ചുകൊണ്ട് ഒരറ്റത്ത് ഇരിക്കേണ്ടി വന്ന ഒരവസ്ഥ കാണേണ്ടി വന്നത്. BJP നിർത്തിയ സ്ഥാനാർത്ഥിയെ എതിർക്കാനോ അല്ലെങ്കിൽ വോട്ടെടുപ്പ് നടത്താനോ പോലും ഒന്ന് വാ തുറക്കാൻ പോലും പറ്റാത്ത രീതിയിൽ കോൺഗ്രസ് മാറേണ്ടി വന്നതും അതുകൊണ്ടാണ്. സ്പീക്കർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, BJP സ്ഥാനാർത്ഥി തന്നെ വന്നു. അത് കഴിഞ്ഞിട്ട് ഡെപ്യൂട്ടി സ്പീക്കറിന് വേണ്ടിയിട്ടുള്ള ഒരു പിടിവലി. എല്ലാത്തിൻ്റെയും തുടക്കം ഈ ഒരു ഡെപ്യൂട്ടി സ്പീക്കർ ആ ഒരു തരത്തിൽ തന്നെ ആയിരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും ഡെപ്യൂട്ടി സ്പീക്കറിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് ഇന്ത്യ സഖ്യത്തിലും കാണുന്നത്. പക്ഷേ ഇതിൻ്റെ എല്ലാം അവസാന തീരുമാനം എന്തായാലും BJPയുടെ കയ്യിൽ തന്നെയാണെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിൽ തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിനോട് താല്പര്യമുണ്ട് എന്ന തലത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ BJP ഇപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകാൻ നിന്നാലും അവർക്ക് ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കാൻ സാധിക്കത്തുമില്ല. കോൺഗ്രസിൽ നിന്നൊരാളെ ആക്കാനും സാധിക്കാത്ത ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോകും. ഇവിടെയാണ് BJPയുടെ കളി മനസ്സിലാക്കേണ്ടത്. അതായത് ഈ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഇങ്ങനെ വൈകിപ്പിക്കുന്നതിൽ തന്നെ ഈ പ്രതിപക്ഷത്തിൻ്റെ ആ ഒരു വിള്ളൽ വളരെ വ്യക്തമായി പുറത്തു വരുന്ന ഒരു കാഴ്ച തന്നെയാണ് BJPക്ക് തന്നെ കാണാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് അവർ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യവും. ഇന്ത്യ സഖ്യം വിചാരിച്ചിരുന്നത് ഈ ഒരു ഡെപ്യൂട്ടി സ്പീക്കറിലൂടെ തന്നെ ഭരണപക്ഷത്തെ അങ്ങ് വല്ലാത്ത ഒരു അവസ്ഥയിൽ എത്തിക്കാം എന്നുള്ള തലത്തിലായിരുന്നു. അതായത് TMCയോ JDUവിനെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ ഒരു തരത്തിൽ ഒരു നീക്കം നടത്താനൊക്കെ ഈ പറയുന്ന കോൺഗ്രസ് ശ്രമിച്ചിരുന്നു. പക്ഷേ അത് പാളിപ്പോയി എന്നുള്ളത് വളരെ വാസ്തവമായുള്ളൊരു കാര്യം തന്നെയാണ്. അത് മാത്രമല്ല, ഇവിടെ ഇപ്പോൾ BJP പക്ഷത്താണെങ്കിൽ NDA പക്ഷത്താണെങ്കിൽ TMCക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന JDUവിനോ ആ സ്ഥാനം വേണ്ടതാനുമെന്ന് അവർ പറയുന്നു. BJPയുടെ ഇഷ്ടപ്രകാരം എന്തും ചെയ്യാമെന്ന നിലയിലേക്ക് അവർ തന്നെ പറയുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ NDAയിൽ BJPക്കകത്ത് ഒരു തരത്തിലുമുള്ള ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ അവർ വളരെ ക്ലീനായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നിന്നും വ്യക്തമാകുന്നത്. പക്ഷെ നേരെ മറിച്ച് ഇന്ത്യ സഖ്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ വലിയൊരു സഖ്യമൊക്കെ ഉണ്ടാക്കി അവർ പ്രതിപക്ഷത്ത് വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകും, അല്ലെങ്കിൽ NDA സർക്കാരിനെ വരും നാളുകളിൽ അവർ താഴെ ഇറക്കുമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആ ഒരു സഖ്യത്തിനുള്ളിൽ കാണുന്ന ഒരു വലിയ വിള്ളലാണ് ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തുടക്കത്തിൽ തന്നെ ഇങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ ഏത് തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ശരിക്കും കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇന്ത്യ സഖ്യത്തിനുള്ളിൽ. ഈ സഖ്യമാണോ BJPയെ അല്ലെങ്കിൽ NDAയെ താഴെ ഇറക്കാൻ നോക്കുന്നത് എന്നതാണ് ഒരു വലിയ ചോദ്യമായി നിലനിൽക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇങ്ങനെയാണ് മുന്നോട്ട് പോക്കെങ്കിൽ ഈ സഖ്യത്തിനുള്ളിൽപ്പെട്ട പല പാർട്ടികളും ഏത് തരത്തിലൊക്കെ വഴിപിരിയുമെന്നുള്ളത് ശരിക്കും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ
BJP NDA പ്രതിസന്ധി ഘട്ടത്തിലാക്കാൻ നോക്കുന്ന ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിനുള്ളിലാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രതീക്ഷിക്കാത്തതിലും അപ്പുറമുള്ള ഒരു പ്രതിസന്ധി ഘട്ടം നിലനിൽക്കുന്നത് എന്നതാണ് ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. അഭിപ്രായങ്ങൾ പലതരം ഉണ്ടാകുന്നു. അത് മാത്രമല്ല, യോജിപ്പില്ലാത്ത രീതിയിലുള്ള മുന്നോട്ട് പോക്ക്. കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല. കോൺഗ്രസ് എടുക്കുന്ന തീരുമാനത്തിനോട് വിയോജിപ്പ് പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഇതെല്ലാം തന്നെ ഒരു വളരെ വലിയ ഒരു തിരിച്ചടി തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. ശരിക്കും പറഞ്ഞാൽ ഇനി അങ്ങോട്ട് BJP ഈ ഒരു സന്ദർഭം ഏത് തരത്തിൽ മുതലാക്കുമെന്നുള്ളത് തന്നെയാണ് ശരിക്കും കണ്ടറിയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അധികാരം അല്ലെങ്കിൽ സ്ഥാനങ്ങൾ, ഇതെല്ലാം തന്നെയാണ് ഇന്ത്യ സഖ്യത്തിലെയും പ്രധാന പ്രശ്നമെന്ന് പറയുന്നത്. പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വരുന്ന ഈ പറയുന്ന ഇന്ത്യ സഖ്യം കോൺഗ്രസ്, അവർക്കുള്ളിൽ ഒരു അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള വിയോജിപ്പുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, അത് വളരെ വലിയ തോതിൽ അത് ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ തമ്മിൽ ഒരു വിള്ളൽ എന്തായാലും ഉണ്ടാകുമെന്ന കാര്യവും ഉറപ്പാണ്. ആ വിള്ളൽ ഉണ്ടാകാതിരിക്കാനായിട്ട് കോൺഗ്രസ് വളരെയധികം കഷ്ടപ്പെടേണ്ടി വരുമെന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 99 സീറ്റുകളാണ് ഉള്ളത്. ബാക്കിയെല്ലാം തന്നെ ഇന്ത്യ സഖ്യത്തിലാണ്. അതിൽ തന്നെ പ്രധാനപ്പെട്ട പാർട്ടികളായിട്ടുള്ള ഇപ്പോൾ SP ആയാലും, അതുപോലെ തന്നെ DMK ആയാലും, അതുപോലെ തന്നെ TMC ആയാലും, ഇവരുടെ ഒന്നും തന്നെ സപ്പോർട്ട് ഇല്ലാതെ കോൺഗ്രസിന് മുന്നോട്ട് പോകാനും സാധിക്കത്തില്ല. അതിൽ തന്നെ മറ്റു പല പാർട്ടികളും, അങ്ങനെ എല്ലാ പാർട്ടികളും ഒരുമിച്ച് കൊണ്ടുള്ള ആ ഒരു ഇന്ത്യ സഖ്യത്തിനുള്ളിൽ ഒരു ചെറിയ തോതിലുള്ള ഒരു വിള്ളൽ ഉണ്ടായാൽ തന്നെയും അത് വലിയ തരത്തിലുള്ള ആഘാതം ഉണ്ടാക്കും കോൺഗ്രസിന് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നേരെ മറിച്ച് BJP പക്ഷത്തേക്കോ NDA പക്ഷത്തേക്കോ വന്നു കഴിഞ്ഞാൽ BJPക്ക് ഒറ്റയ്ക്ക് 240 സീറ്റുകളാണുള്ളത്. അതുമാത്രമല്ല TMC ആയാലും അതുപോലെ തന്നെ JDU ആയാലും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ BJPയോടൊപ്പം നിൽക്കുന്നുമുണ്ട്. അതവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നരേന്ദ്രമോദിക്ക് ഒന്നിലും പിന്നിലേക്ക് നോക്കേണ്ട ഒരു ആവശ്യം വരാതെ തന്നെ വളരെ ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. അപ്പോൾ ശരിക്കും ഇതൊക്കെ ഈ പറയുന്ന ഇന്ത്യ സഖ്യം വിചാരിച്ച കണക്കോ അല്ലെങ്കിൽ കോൺഗ്രസ് വിചാരിച്ച കണക്കോ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ള തലത്തിലേക്ക് പോകുന്നു. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് ഇപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് BJP അല്ലെങ്കിൽ NDA സർക്കാരിനെ എങ്ങനെയും താഴെ ഇറക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നോക്കുകയല്ല, പകരം തങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്താനും ഈ ഇന്ത്യ സഖ്യം കുറച്ച് നാളത്തേക്കെങ്കിലും പിടിച്ചു നിർത്താൻ പറ്റുന്ന തലത്തിലുള്ള എന്തെങ്കിലും നീക്കങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലെങ്കിൽ ചിലപ്പോൾ പല തിരിച്ചടികളും കോൺഗ്രസ് വളരെ വൈകാതെ തന്നെ നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടാം. എന്തായാലും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്കുള്ള BJP നീക്കം അത് TMCക്കോ അല്ലെങ്കിൽ JDUവിനോ കൊടുക്കുമോ, അതല്ല അവർക്ക് വേണ്ട എന്നുള്ള നിലപാട് തന്നെ ആണെങ്കിൽ BJPയിൽ നിന്ന് ആരെങ്കിലും വരുമോ, അതുമാത്രമല്ല ഇനിയിപ്പോൾ പ്രതിപക്ഷത്ത് നൽകാനായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള നീക്കം BJP നടത്തുമോ, അങ്ങനെയാണെങ്കിൽ അത് ആർക്ക് കൊടുക്കുമെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എല്ലാം BJPയുടെ കയ്യിൽ തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്തായാലും അധികം വൈകാതെ തന്നെ ഈ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്കുള്ള ആ ഒരു തീരുമാനം ഉണ്ടാകുമെന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വന്നിരുന്നത്. എന്തായാലും കോൺഗ്രസിനെയും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിലെയും കുഴപ്പത്തിലാക്കുന്ന തരത്തിലോട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ BJPയുടെ ഭാഗത്തു നിന്ന് അവസാന നിമിഷം ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയാം.